ലൈംഗിക പീഡന കേസിൽ കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയതിന് പിന്നാലെയാണ് നടപടി. നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുലിനെ പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട്, കട്ടപ്പനയായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോടുകൂടി. നേരത്തെ അതിന് അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. അനുമതി ലഭിക്കാനുണ്ടായ കാലതാമസമാണോ ഈ നടപടിയിലേക്ക് പോകാൻ? നടപടിക്രമങ്ങളുടേതായ കാലതാമസം. രാജിവെക്കുന്നതാണ് നല്ലത്. ജാമ്യം നിഷേധിക്കുന്നവരെ കാത്തിരുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഞങ്ങൾ സമയത്ത് ആലോചിച്ച് ഉചിതമായ തീരുമാനം. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ കൂടി അപ്രൂവൽ വേണം. കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ആലോചിച്ചു. എല്ലാ നേതാക്കന്മാരുടെയും ഐക്യകണ്ഠേനയുള്ള യോജിച്ച തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ല. കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ വളരെ മാതൃകാപരമായ തീരുമാനം എല്ലാ സന്ദർഭങ്ങളിലും എടുത്തിട്ടുണ്ട്. ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കി. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിനെതിരെ അക്കാലത്ത് പരാതി ഉണ്ടായിരുന്നില്ല. പരാതി KPCCക്ക് കിട്ടിയപ്പോൾ അതപ്പോൾ തന്നെ പോലീസ് DGPക്ക് ഫോർവേഡ് ചെയ്തു. അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അക്കാര്യം ഞങ്ങൾ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ചു, പരിഗണിച്ചു. എല്ലാ നേതാക്കന്മാരുമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്തോ അതൊക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടും നടന്നേ ഉള്ളൂ. ഞങ്ങളങ്ങനെയല്ല. അപ്പം അത് വേണമെങ്കിൽ ഞാൻ അയച്ചു കൊടുത്തതിൻ്റെ അതിന് മുൻപായിട്ട് തന്നെ തീരുമാനമുണ്ട്. പക്ഷേ പ്രഖ്യാപിച്ചത് ഇപ്പോഴാണ്, അറിയിച്ചത് ഇപ്പോഴാണ്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞാനും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാവരും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നിയമത്തിൻ്റെ വഴിയുമായിട്ട് മുന്നോട്ട് നീങ്ങും. രാഹുലിന്റെ ചെയ്തികൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തോതിൽ ദോഷമുണ്ടാക്കിയോ? കോൺഗ്രസ് പാർട്ടിക്ക് ചെറിയ തോതിൽ അത് ദോഷമുണ്ടാക്കിയിട്ടുണ്ട്. അതിനെ മറികടക്കാൻ പാർട്ടി എന്താണ്? പാർട്ടിയുടെ വിശ്വാസ്യത ഒരു കാരണവശാലും തകരില്ല. പാർട്ടി എടുത്ത നിലപാടുകൾ കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിന് കൂടുതലായിട്ടുള്ള വിശ്വാസമാണ് കിട്ടുന്നത്. കോൺഗ്രസ് മാതൃകാപരമായി CPMനെ പോലെയല്ല. കളവ് കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന, അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത CPMും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് നന്നായിട്ട് ബോധ്യം വരും. രാഹുലിനെ സംരക്ഷിച്ചു വന്നിരുന്ന യുവനേതാക്കളും ഇപ്പോൾ കോൺഗ്രസിലെ മുഴുവൻ നേതാക്കന്മാരും രാഹുലുമായിട്ട് നല്ല സൗഹൃദമുള്ളവരും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്ന കാലത്തുള്ള സ്നേഹബന്ധങ്ങളുള്ളവരെല്ലാം യൂത്ത് കോൺഗ്രസിലും കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട്. അവരെല്ലാം പാർട്ടിയുടെ ഒരു തീരുമാനം വന്നപ്പോൾ അവരെല്ലാം ആ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കും. പൂർണ്ണമായിട്ടും ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനമാണ്. രാജിവെക്കുന്നതാണ് നല്ലത്. അത് പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ പിന്നെ അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് തീരുമാനിക്കേണ്ടത്. നേതാക്കൾ ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത്. രാഹുലിന്റെ ചെയ്തികൾ കോൺഗ്രസിന് കളങ്കമുണ്ടാക്കി. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദം തിരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കണമോ എന്നത് രാഹുൽ തന്നെ തീരുമാനിക്കണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. രാഹുലിനെതിരെ പാർട്ടിക്കും രേഖാമൂലം പീഡന പരാതി ലഭിച്ചതോടെയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കടുത്ത നടപടിയിലേക്ക് കടക്കുവാൻ നേതൃത്വം തീരുമാനിച്ചത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ രാഹുൽ പാർട്ടിയിൽ തുടരുന്നത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെയാണ് പുറത്താക്കൽ. KPCC അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ പ്രഖ്യാപനം തീർച്ചയായിട്ടും പാർട്ടിയുടെ ഒരു തീരുമാനമെന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരും അതിനെ സ്വീകരിക്കുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതാണ്. മാറ്റി നിർത്തുക മാത്രമല്ല, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അതുകൂടാതെ തന്നെ MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിലും മറ്റും അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ട എന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ പാർട്ടിയിൽ നിന്നും ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അത് പൂർണ്ണമായി ഞങ്ങളെല്ലാവരും സ്വീകരിക്കുകയാണ്. അതോടൊപ്പം കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ യാതൊരു വെള്ളം ചേർക്കലും ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുന്നു. അതൊക്കെ കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ MLA സ്ഥാനം കൈവച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അല്ല, കോൺഗ്രസ് ടിക്കറ്റിലാണ്. അത് MLA സ്ഥാനം ഇനിയിപ്പോൾ 2-3 മാസക്കാലത്തേക്കാണുള്ളത്. ജനങ്ങൾ കൊടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ല, അത് സ്വാഭാവികമായി ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങളിതൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണുന്നു, മറുഭാഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്, മറുഭാഗത്ത് ഇതിനെ അപ്പുറത്ത് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നിപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കമ്മീഷനെ വെക്കാമായിരുന്നു. ഒരു കമ്മീഷനെ വെച്ച് ആരെയെങ്കിലും 2-3 ആളുകളെ വെച്ചതിന് ശേഷം അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്തത് അങ്ങനെയല്ല. ഇത് അറിഞ്ഞു, അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി, കോടതിയുടെ വിധി വന്നു. കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എടുത്ത ഒരു തീരുമാനം ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. ഒരു ഘട്ടത്തിൽ രാഹുലിനെ അനുകൂലിച്ചിരുന്ന പല നേതാക്കളും കൂടുതൽ പരാതികൾ വന്നതോടെ നിശബ്ദരായി. ആരോപണം ഉയർന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തുവെന്ന ന്യായീകരണമാണ് ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തിയിരുന്നത്. എന്നാൽ ഗുരുതരമായ ആരോപണങ്ങൾ തുടർച്ചയായി ഉയരുന്ന സാഹചര്യത്തിൽ രാഹുൽ പാർട്ടിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് വനിതാ നേതാക്കൾ ഉൾപ്പെടെ കടുത്ത നിലപാട് എടുത്തതോടെ നേതൃത്വം വഴങ്ങുകയായിരുന്നു. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നുമുള്ള യുവതിയുടെ ശബ്ദ സന്ദേശം ഓഗസ്റ്റിലാണ് പുറത്തുവരുന്നത്. രാഹുൽ മോശമായി പെരുമാറിയെന്ന് യുവനടി റിനിയാൻ ജോർജ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് ഹൂ കെയേഴ്സ് എന്ന് രാഹുൽ പ്രതികരിച്ചത് വലിയ വിവാദമായി. തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. ഇതിനു പിന്നാലെ രാഹുലിനെതിരെ നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ഓഗസ്റ്റ് 25-ന് രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. എന്നാൽ സെപ്റ്റംബറിൽ നിയമസഭ ചേർന്നപ്പോൾ രാഹുൽ സഭയിലെത്തിയത് കോൺഗ്രസിൽ വീണ്ടും പ്രതിഷേധത്തിനിടയാക്കി. പാലക്കാട് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ സജീവമായതിനിടയിലാണ് പുതിയ ശബ്ദ സന്ദേശം പുറത്തുവന്നതും യുവതി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി കൈമാറിയതും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തതു മുതൽ രാഹുൽ ഒളിവിലാണ്.